ഞങ്ങളുടെ സ്ഥിതി അറിയൂ നിധി. പുലരി വിരിഞ്ഞു പുഞ്ചിരി തൂകി പകല് തെളിഞ്ഞു പുന്നാര ഹബീബിൻ കൽബദിലേക്ക് നടന്നിടുന്നു. കൊടുങ്ങാത്ത സ്നേഹമിതാ കടങ്ങാത്ത മോഹമിതാ നബിദിനമെന്നും ഈമാനിനകത്ത് സ്തുതി ദിനമാനബിയേ ഞങ്ങളുടെ സ്ഥിതി അറിയൂ നിധിയേ. ഒരു നല്ല യോദ്ധാവായിരുന്നു പ്രവാചകൻ. ഒരു 300 സ്വാമിജിയിൽ നിങ്ങൾ പ്രതികാരം ചെയ്യുകയാണോ എങ്കിൽ ചെയ്തതുപോലെ മാത്രം ചെയ്യുക, ചെയ്തവനോട് മാത്രം ചെയ്യുക. അങ്ങനെ നിങ്ങൾ മാപ്പ് നൽകുകയാണോ ക്ഷമാശീലർക്ക് ഏറ്റവും അനുയോജ്യമായ രീതി, ഏറ്റവും നല്ല രീതി അതാണ് നബിയെ എന്ന വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം. നബി തങ്ങൾ അപ്പോൾ തന്നെ പ്രതികാരം പിൻവലിച്ച് മാപ്പ് നൽകുകയാണ് ചെയ്തത്. അവൻ ചിന്തിച്ചു നോക്കുക, ഈ ഹിന്ദിനോടും വഹശിയോടും പ്രതികാരം ചെയ്യുവാനുള്ള ഒരുപാട് അവസരങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നീട് ലഭിക്കുന്നുണ്ട്. മക്കം ഫതഹിന്റെ ദിവസം അല്ലേ, ഹിന്ദ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് വരുന്നുണ്ട്. നബിതങ്ങൾ അന്ന് എല്ലാ നബിതങ്ങളോട് കാണിച്ച ക്രൂരതയ്ക്ക് അതിരുണ്ടോ? അത്രമാത്രം അതിരുകളില്ലാത്ത ക്രൂരത ചെയ്തവരോടാണ് നബിതങ്ങൾ അന്ന് മാപ്പ് നൽകുന്നത്. അവർ ഒരു മുഖപടം അണിഞ്ഞുകൊണ്ടാണ് നബിയുടെ സമീപത്തേക്ക് വരുന്നത്. നബി തങ്ങളോട് ചോദിക്കുന്നു, നബിയെ എനിക്കും ഇന്ന് മാപ്പുണ്ടോ? ആ ശബ്ദം കേട്ടപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ മനസ്സിലായി. കാരണം കൊച്ചുനാളിൽ പലതവണ കുടുംബത്തിൽ നിന്ന് കേട്ട ശബ്ദമാണിത്. കുടുംബക്കാരിയാണല്ലോ, പലതവണ ചെറുപ്പകാലത്ത് കേട്ട ശബ്ദമാണിത്. ആ ശബ്ദം ഒരിക്കൽ കൂടി കേൾക്കുകയാണ്. ഹിന്ദാണല്ലേ? നബി തങ്ങൾ ചോദിച്ചു. അതേ നബിയെ, ഞാൻ ഹിന്ദാണ്. മുഖപടം അണിഞ്ഞുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം ഭയത്തോടെയാണ് വരുന്നത്. ബദർ യുദ്ധത്തിൽ തന്റെ പിതാവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം നടന്ന സകല യുദ്ധങ്ങളിലും നേതൃപരമായ പങ്ക് വഹിച്ച വ്യക്തിയാണ് ഇക്രിമ. അതിനുശേഷം മുസ്ലിങ്ങളെ കിട്ടാവുന്നയിടത്ത് നിന്ന് കിട്ടാവുന്ന രൂപത്തിലൊക്കെ ദ്രോഹിക്കുകയും ആക്രമിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന് ചെയ്യാവുന്നതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് നബി സദസ്സിലേക്ക് വരുന്നത്. മുഖപടം അണിഞ്ഞുകൊണ്ടാണ് വരുന്നത്. നബി തങ്ങൾക്ക് വരുമ്പോൾ തന്നെ ആളെ തിരിച്ചറിയുന്നുണ്ട്. ഇക്രിമയാണ് വരുന്നത്. നബി തങ്ങൾ കൂടെ ഇരിക്കുന്ന സഹാബാക്കളോട് അപ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ പ്രിയപ്പെട്ട സഹാബ, ആ വരുന്ന ആളെ കണ്ടോ? ആ മുഖപടം അണിഞ്ഞ് വരുന്ന ആൾ അത് ഇക്രിമയാണ് കേട്ടോ, അത് ഇക്രിമയാണ്. ആ ഇക്രിമ ഇവിടെ വന്നാൽ, ഇക്രിമ എന്റെ സദസ്സിലെത്തിയാൽ അദ്ദേഹത്തിന്റെ പിതാവിനെ നിങ്ങൾ കുറ്റം പറയാണ്. അബൂ ജഹൽ അല്ലെ, ഒരു കാരണവുമല്ലാതെ നബിതങ്ങളെയും മുസ്ലിങ്ങളെയും കഠിനമായി ദ്രോഹിക്കുകയും ആക്രമിക്കുകയും ചെയ്ത ശത്രുതയുടെ മൂർത്തീഭാവമായ അബൂജഹലിനെ കുറിച്ചാണ് നബിതങ്ങൾ പറയുന്നത്. ഇക്രിമയുടെ മുന്നിൽ വെച്ച് നിങ്ങൾ അദ്ദേഹത്തിന്റെ പിതാവിനെ അബൂജഹലിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. ഈ നബിയെ നമ്മൾ സ്നേഹിക്കേണ്ടതില്ലേ? സ്നേഹം മാത്രം ലോകത്തിന് കൊടുത്താനില്ല. ആ നബിതങ്ങളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയും. നബിതങ്ങളെ സ്നേഹിക്കാൻ കഴിയും. അതാ കേച്ചേരി പാടി, ശത്രുവെ പോലും സ്നേഹിച്ചിടുവാൻ അറിയാത്ത നമുക്കും സ്നേഹിക്കാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊരു വേദിയായ അവസരമായി മാറട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ച് ആശംസിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തിരുവനന്തപുരം ഉദ്ഘാടനത്തിൽ അറിയിച്ചു ഞാൻ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വളരെ സന്തോഷമുണ്ട് ഈ വേദിയിൽ ഇങ്ങനെ സംസാരിക്കാൻ. എണ്ണത്തിന്റെ കാര്യമല്ല, വണ്ണത്തിന്റെ കാര്യത്തിൽ ശ്രേഷ്ഠമായ കുറെ വ്യക്തിത്വങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നത് വളരെയധികം സന്തോഷമാണ്. ഇവിടെ കരിപ്പോടി എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് എനിക്ക് വേറൊരു പരിപാടിയുണ്ട് എന്നാണ്. കാരണം ഡേറ്റ് നമ്മൾ ഇടക്ക് മാറ്റിയാലോ ദോഷമില്ല എന്നാണ് പറഞ്ഞതിന്റെ പിന്നെയും പറയും, നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എത്ര കേട്ടാലാണ് നമുക്ക് മതി വരിക? ആലോചിച്ചു. അതിനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാതൊരു പ്രണയം ആ മഹാവ്യക്തിത്വത്തിൽ ഉണ്ടാവില്ലേ? പക്ഷെ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് വല്ലാതെ ചില വിമർശനം ഇസ്ലാമിക ദർശനത്തിന്റെ മേലെ വരുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ലേശം ആലോചിക്കേണ്ട വിഷയമാണ്. സത്യം പറഞ്ഞ കുറ്റം ഇസ്ലാമിൻ്റെതല്ലത്. കാരണം ഇസ്ലാമിൽ കുറ്റമില്ല. ചില ആൾക്കാർ ചെയ്തികളെ കൊണ്ടോ ചില ആൾക്കാരെ വിവരമില്ലായ്മ കൊണ്ടോ വിമർശിക്കുന്നവരുടെ അവധാനമില്ലായ്മ കൊണ്ടോ ഒക്കെയാണ് ഈ കാര്യം സംഭവിക്കുന്നത്. ഒരുപക്ഷെ ഇസ്ലാം മതത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്ന പുരാണങ്ങളിൽ നിന്നാണ്. ഞാനിപ്പോ പറഞ്ഞു കരിവള്ളൂർ ഉസ്താദിനോട്, ഉസ്താദിൽ നിന്ന് പോയത് അദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കുന്നത്
അപ്പൊ അങ്ങനെ പല വേദിയിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തായാലും കൈവണ്ണൂർ ഉസ്താദ് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ചന്ദ്രശേഖരൻ എന്നുള്ളത് കൊണ്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് അറിയാത്തത്. കരിവണ്ണൂർ ഉസ്താദിനോ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യണം, എന്നെ കണ്ടിട്ട് പോയാൽ മതി എന്ന് അദ്ദേഹത്തോട് പറയണമെന്നാണ്. കുറെ കാലമാണ് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് വിവേകാനന്ദ സ്വാമിയെ കുറിച്ചൊക്കെ ആലോചിച്ചത്. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പോലും ശ്രീനാരായണീയർ പോലും വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല എന്നത് സത്യമാണ്. നാരായണ ഗുരുവിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഗുരുവിന്റെ പ്രവൃത്തിയും അതിന്റെ രചനകളും പരിശോധിക്കണം. ഈ കുപ്പിയിലാക്കി കുടിക്കുന്നത് മാത്രമാണ്. ഈ നാവിന്റെ അടിയിൽ വെക്കുന്നതും ഇതൊക്കെ മദ്യം, മദ്യപ്പിക്കുന്നതൊക്കെ മദ്യമാണ്. ഇസ്മുൽ കബീർ. ശരിക്ക് ബക്കറയിലും മായിദാലും കാണാൻ കഴിയും ഇല്ലേ? ഏറ്റവും വലിയ തിന്മയാണത്. അപ്പൊ അതേക്കുറിച്ചൊക്കെ, വ്യഭിചാരത്തെ കുറിച്ച്, ചൂതാട്ടത്തെ കുറിച്ച്, കൊള്ളയെ കുറിച്ച് ഒക്കെ നമ്മളിവിടെ കാണുകയാണ്. കാലത്ത് മനസ്സിലാവുന്നതാണ്. 1.5 സഹസ്രാബ്ദം മുമ്പ് നമുക്കറിയാലോ, ആ അറബികളുടെ ധാരണ, സദാചാരം, പരിഷ്കാരം, സംസ്കാരം അതീവ നിന്ദ്യമായിരുന്നു. ശരിക്കും അക്ഷരാർത്ഥത്തിൽ ജാഹിലിയ കാലം, തമോയുഗമാണ്. വ്യഭിചാരം, ചൂതാട്ടം, മദ്യപാനം, മോഷണം, കൊള്ള, ഇതിന്റെയൊക്കെ മറുപടി ഒരുപക്ഷെ നമുക്ക് അള്ളാഹുവിന്റെ വഹിയിൽ കാണാൻ കഴിയുമല്ലോ. മദ്യപാനത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ന് കുറെ കൂടി ആഴത്തിൽ നമ്മൾ പറയേണ്ട കാര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലോകത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള വ്യക്തിയുടെ പട്ടിക ഉണ്ടാക്കിയപ്പോ ഒന്നാമനായിട്ട് മൈക്കിൾ എച്ച് ഹാർട്ട് എഴുതി വെച്ചത് മുഹമ്മദ് നബിയുടെ ആ പേര് തന്നെയാണ്. എന്താണ് ഈ പ്രവാചകന്റെ ഈ മഹത്വത്തിന് കാരണം എന്ന് നമ്മൾ ആലോചിച്ചാല്, മുഹമ്മദ് ആ വാക്കിന്റെ ബഹുദൈവാരാധനയും ബിംബാരാധനയും, ഏകദൈവ വിശ്വാസത്തിനായിട്ട് ഉണ്ടാക്കപ്പെട്ട കാബ പോലും അനേകം വിഗ്രഹങ്ങളുടെ കേന്ദ്രമായിരുന്നു എന്ന്. അല്ലാഹുവിന്റെ ആദ്യത്തെ ഭവനം എന്നൊക്കെയാണല്ലോ നമ്മൾ കാബയെ. പ്രകാശത്തിന്റെ സന്ദേശവുമായിട്ട് അല്ലാഹുവിന്റെ തിരുദൂതർ ജനമധ്യത്തിലേക്ക് വരുന്നത്. ഭഗവത്ഗീത ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. അതിന് പ്രമാണമുണ്ട്. യഥാ യഥാ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം
പരിത്രാണായ സാധൂന വിനാശായ ദുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. കാരണം അത് ലോകത്തിന്റെ നിയമമാണ്. അധർമ്മം വർദ്ധിക്കുന്ന സമയത്ത്, ധർമ്മം ക്ഷയിക്കുന്ന സമയത്ത്, കാരണം ഒരു മാർഗദർശകനില്ലാതെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദം അലൈഹിസ്സലാമിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ 1,24,000 പ്രവാചകന്മാർ പറയുമ്പോൾ ഞാൻ ഈസായ്ക്കും മൂസായ്ക്കും നൂഹിനും ഇബ്രാഹിമിനും അനുശാസിച്ചത് ഒരേ ദർശനമാണെന്ന് കിതാബിൽ നമുക്ക് കാണാൻ കഴിയും. ഉസ്താദുമാര് ചെയ്തും ഒക്കെ മാത്രമേ സ്വീകരിച്ചുള്ളൂ ഞാൻ മനസ്സിലാക്കിയത്. അന്ന് ഈ ദിവ്യമായ സന്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും ഉള്ള ആ സന്ദേശം, ഒരുപക്ഷെ ഷഹാദത്ത് കലീമയെ കുറിച്ചൊക്കെ എല്ലാവരും അജ്ഞരാണ്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആൾക്കാരൊക്കെ പരിഹസിച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്? കിറുക്കനായ കവി എന്ത് എന്ന് ചോദിക്കുന്നതാണ് കുറെ നല്ല ചോദ്യം. ആരെന്നല്ല, എന്താണ് പ്രവാചകൻ? കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ആയിഷ ബീബിയോട്, എന്താണ് ആ പ്രവാചകൻ? ആയിഷ പറഞ്ഞു കൊടുത്ത മറുപടി, നിങ്ങൾ ഖുർആൻ വായിച്ചിട്ടില്ലേ? ജീവിച്ചിരുന്ന ഖുർആനാണ് പ്രവാചകത്തെക്കാൾ ശ്രേഷ്ഠമാണ് നമസ്കാരം എന്ന സന്ദേശം കേൾക്കുന്നത് മുതലുള്ള 5 നേരത്തെ നിസ്കാരം ഒരുപക്ഷെ നമുക്ക് എത്തിച്ചു തന്നു. അപ്പോഴാണ് ദൈവികമായ സന്ദേശം വെച്ച്, ഓ നബിയെ, നിനക്ക് മുമ്പുള്ള പ്രവാചകന്മാരൊക്കെ ഇങ്ങനെ പരിഹാസത്തിന് ഇടയായിട്ടുണ്ട്. നീ കുലുങ്ങാതെ. പ്രവാചകന്റെ ജീവിതം പ്രസംഗമൊന്നും പ്രവൃത്തി മറ്റൊന്നുമല്ല എന്നർത്ഥം. എല്ലാ മേഖലയിലും നമുക്ക് അനുകരണീയത കാണാൻ കഴിയും പ്രവാചകനിൽ. വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കണം. ജിബ്രീൽ മാലാഖയുടെ മുമ്പിൽ വിനയാന്വിതനായിട്ടിരുന്ന വിദ്യാർത്ഥി, കച്ചവടക്കാരൻ, ഒരു നല്ല ഭർത്താവ് എങ്ങനെയാവാം? ഖദീജയോടും സൗദയോടും ആയിഷയോടും സഫിയയോടും മരിയയോടും ഹഫ്സയോടും മൈമൂനയോടും ജുവൈരിയയോടും തുല്യത കാണിക്കുമ്പോൾ ഞാൻ എവിടെയോ വായിച്ചതായിട്ട് ഓർക്കുകയാണ്. സഫിയ ബീബി സത്യത്തില് മേൽപ്പുറം എന്റെ സ്വന്തം നാടാണ്. ഈ നാട്ടിലേക്ക് വരണവർക്ക് വണ്ടി വേണ്ട, വണ്ടി കയറി വന്നാൽ മതി. പക്ഷെ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വണ്ടി അയച്ചേന്ന്. പ്രവാചകനെ കുറിച്ച് പ്രസംഗിക്കാൻ AC വണ്ടിയും വിത്ര വാട്സ് ഉള്ള ആ മൈക്കിന് വേണമെന്നുണ്ടോ? ഇല്ലാത്തവർക്ക് ഹാജരാവർ എത്തിക്കട്ടെ എന്ന് പ്രവാചക സന്ദേശം എത്തിയത് AC വണ്ടിയിൽ സഞ്ചരിച്ചിട്ടൊന്നുമല്ലല്ലോ. ആണോ? അല്ല. എളിമ പനയോലപ്പായയില് ഒട്ടകത്തിന്റെ തോല് കൊണ്ടുണ്ടാക്കിയ തലയണിയും വെച്ചുകൊണ്ട് ആ കിടന്നുറങ്ങിയ പ്രവാചകൻ. കാരുണ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ വെറുതെ ഞാൻ മറച്ചു നോക്കാറുണ്ട്. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്ന പദം റഹ്മാൻ, റഹീം, റഹ്മത്ത് 115 സ്ഥലത്ത് തോന്നുന്നു. റഹ്മത്ത് നെണ്ണിയോക്കിയപ്പോ കണ്ടത് കാരുണ്യത്തെ കുറിച്ചാണ് പറഞ്ഞേ. കാരുണ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അബൂ ഉമൈർ എന്ന കുട്ടിയുടെ കിളി ചത്തുപോയപ്പോ ദുഃഖിച്ച പ്രവാചകൻ. യുദ്ധം ചെയ്യാൻ പോകുന്ന സമയത്ത് സ്ത്രീകളെ, കുട്ടികളെ ഒന്ന് ഉപദ്രവിക്കരുത്, മരങ്ങൾ നശിപ്പിക്കരുത്, കൃഷിസ്ഥലം മോശമാക്കരുത് എന്ന് പറഞ്ഞ പ്രവാചകൻ. കുട്ടികൾ യുദ്ധത്തിൽ മരിച്ചുപോയി എന്നറിഞ്ഞപ്പോ ദുഃഖിച്ച പ്രവാചകൻ. അത് ശത്രുപക്ഷത്തെ കുട്ടികളാണെന്ന് കേൾക്കുമ്പോ അതിനേക്കാളും ബേജാറാക്കിയ ആ പ്രവാചകൻ കൊടും തണുപ്പിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു ഉറുമ്പുകൾക്ക് അത് ദോഷമുണ്ടാക്കുന്നു എന്ന് കേട്ടപ്പോ തീ അണക്കാൻ സഹാബത്തിന് നിർദ്ദേശിച്ച പ്രവാചകൻ. ഒരു ഒട്ടകത്തെ പട്ടിണി കിട്ടപ്പോ അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ എന്ന് അതിനെ ഓണോട് ചോദിച്ച പ്രവാചകൻ. ഈന്തപ്പനക്ക് കല്ലെറിയുമ്പോ മോനെ ആ ഈന്തപ്പനക്ക് വേദനിക്കില്ലേ എന്ന് പറഞ്ഞ പ്രവാചകനെ വാദിക്കുകയും, നിന്റെ നന്മ നിന്നെ സന്തോഷിപ്പിക്കുകയും തിന്മ നിന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നീ വിശ്വാസിയാണ്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. നന്മയിൽ സന്തോഷിക്കുക, അനീതിക്കെതിരെ പ്രതികരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിശ്വാസമാണ്. തിന്മ കണ്ടാൽ കൈകൊണ്ട് തടയുക. കഴിയില്ലാതെ പറയുന്ന വർത്താനം മറ്റൊരു പിടിക്കാത്തോണ്ടല്ലേ. വാക്ശുദ്ധിവൻ നല്ല വാക്ക് ദാനമാണ്. വിദ്യയെ കുറിച്ച് പറയുമ്പോ ഞാൻ എപ്പോഴും വേദിയിൽ പറയാൻ പാടാറുണ്ട്. പണ്ടൊക്കെ നമ്മള് ദൈവത്തിന് അഖിലവും പോറ്റും കാരുണ്യവാന്, പഴയ പാട്ട്. ഇപ്പത്തെ പിള്ളേർ ഈ പാടുന്നത് ഇഷ്ടപ്പെടില്ല.
മുക്കുന്ന മൂടുന്ന പാട്ടല്ല. അപ്പൊ ഈ പാട്ടിനെ കുറിച്ച് ഉപദേശിച്ചപ്പോ അറിയാലോ, അവിടെ അറിവിനെ കുറിച്ച് പറയുമ്പോൾ വീട്ടിൽ നിന്ന് അറിവ് നേടാനായിട്ട് ഇറങ്ങിയാൽ തിരിച്ച് വീട്ടിൽ എത്തുന്നതുവരെ നീ അള്ളാഹുവിന്റെ തരീഖത്തിലാണ്. പ്രവാചകൻ പറഞ്ഞതാണ്, അറിവ് നേടാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് എല്ലാ നന്മതിന്മകളും അള്ളാഹുവിൽ വിശ്വസിക്കുക. ഈ ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ അടിയുറച്ച് ജീവിക്കൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ജിഹാദ്. അത് വാളെടുക്കുക എന്നൊരർത്ഥം വേണ്ടാതെ അനീതിക്കെതിരെ പോരാടുന്നത് ഒരു യാതൊരു സംശയവും വേണ്ട. അപ്പൊ ഗൃഹപരിപാലനമാണ് നിങ്ങളുടെ ജിഹാദ് എന്ന് സ്ത്രീകളോട് പ്രവാചകന് വേണ്ടി പറയുമ്പോൾ വ്യാഖ്യാനിക്കാൻ നമുക്ക് എളുപ്പമായി. തരിശു ഭൂമിയെ ആരാണോ കൃഷിഭൂമിയാക്കുന്നത് അതിന്റെ ഉടമസ്ഥാവകാശം അവനാണ്. നോക്ക്, നിങ്ങൾ ഇതിനേക്കാളും വലിയ വിപ്ലവം നമുക്ക് എവിടെ കേൾക്കാനുണ്ടോ? ഒരു ഭൂമിയെ കൃഷിയോഗ്യമാക്കിയാൽ അതിന്റെ ഉടമസ്ഥാവകാശം അത് ചെയ്തവനാണ്. അധ്വാനിക്കുന്നവരെ കുറിച്ച് പറഞ്ഞില്ലേ, വിയർപ്പ് ഉണങ്ങുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം എന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, വളരെ ഭംഗിയായിട്ട് ഒരു കാര്യം ആലോചിച്ചുവല്ലോ, നമ്മള് നിസ്കാരത്തെ കുറിച്ച് അടിയുറച്ച് ഞാൻ ചിലപ്പോൾ പറയാൻ എന്റെ സുഹൃത്തുക്കളായ കുട്ടികളോട്, നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ, സന്ധ്യാസമയത്ത് നബിദിനത്തിന് വേണ്ടി ആയിക്കോട്ടെ ഡെക്കറേഷൻ ആകുമ്പോൾ ഞാൻ ചോദിക്കും മഗ്രിബിനെ, പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. എന്റെ ഉച്ചാരണത്തിൽ വൈകല്യം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, എനിക്ക് അറിവ് അറിഞ്ഞൂടല്ലോ ഇല്ലേ. അവിടെ ദൈവത്തെ, കാരുണ്യത്തെ, കർപ്പൂര ഗൗരം കരുണാവതാരം സംസാരഹാരം ഭുജഗേന്ദ്രഹാരം എന്നൊക്കെ പറഞ്ഞ പോലെ കാരുണ്യത്തെ കുറിച്ച് ഈ നമ്മൾ ആലോചിക്കേണ്ടത്. ദൈവത്തെ കുറിച്ച് പറഞ്ഞു അല്ലാഹു അൽ ഇലാഹ്, യഥാർത്ഥ ദൈവം, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടവൻ. ആ ഈശ്വരനെ കുറിച്ച് പറഞ്ഞത് പ്രതിഫല ദിനത്തിന് അവൻ അധിപനാണെന്നാണ് ഫാത്തിഹയിൽ നമ്മൾ കാണുന്നത്. നല്ലത് മാത്രം ചെയ്യാൻ എനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ആയുസ് ശരിയായിട്ട് ഉപയോഗപ്പെടുത്താൻ എനിക്ക് സാധിക്കണമേ എന്ന് ഓം ഭദ്രം കർണേഭിഹി ശ്രുയാമദേവാഹന വേദപ്രാർത്ഥനയുണ്ട്. എനിക്ക് നല്ലത് മാത്രം കേൾക്കാൻ. ഇതാണ് പ്രവാചകൻ ഉപദേശിച്ചിരുന്നത്. നീ നിന്റെ നന്മയിൽ എപ്പോഴും സന്തോഷിക്കുക. സംഘനിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, ലോകത്ത് ഒരു പരതയാണ് പറഞ്ഞു, നല്ല വാക്ക് ദാനമാണ്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, നമുക്ക് എന്തുകൊണ്ട് നല്ല വാക്ക് പറഞ്ഞുകൂടാ? പുഞ്ചിരിക്കുന്നത് പോലും വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഒന്ന് പരസ്പരം കാണുമ്പോൾ ചിരിച്ചോണ്ട് സുഖം തന്നെ അല്ലേന്ന് ചോദിച്ചാൽ എന്തെങ്കിലും നഷ്ടമുണ്ടോ? മക്കളൊക്കെ നല്ല സുഖത്തിലുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും നമുക്ക് നഷ്ടമുണ്ടോ? പ്രവാചകൻ ചെയ്തുമായിരുന്നല്ലോ ഇല്ലേ? തന്നെ നിരന്തരം അപമാനിച്ച ജൂത വനിതയ്ക്ക് സുഖമില്ലാതായപ്പോ കാണാൻ പോയ പ്രവാചകൻ നിങ്ങൾ നോക്ക് ഇല്ലേ? ഒരുപക്ഷെ മഹാത്മാഗാന്ധിയെ നമ്മൾ വല്ലാതെ സ്മരിക്കുന്ന ദിവസമായി ഇന്ന് അല്ലേ? ശരിക്കും പറഞ്ഞാല് ക്ഷമയെ കുറിച്ച്, സ്നേഹത്തെ കുറിച്ച് പ്രവാചകന്റെ സന്ദേശത്തിൽ നമുക്ക് ഈ പറയുന്ന ആശയങ്ങൾ കാണാൻ കഴിയും. ഒരു നന്മയെയും നീ നിസ്സാരമായി കാണരുത്. ഒരു നന്മ എന്ന് പറഞ്ഞാലോ, ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാലോ, ആൾക്കാർ കുറഞ്ഞോരോ പ്രവാചകന്റെ ജീവിതം, അത് ഹുദൈബിയ സന്ധിയായാല്, മക്ക വിജയമായാല്, ബദർ യുദ്ധമായാല്, നിങ്ങൾ നോക്ക് ഏതൊക്കെ ഒരുപക്ഷെ വഫാത്താവുന്ന സമയത്ത് നമ്മളെ പോലെ ബാങ്ക് ബാലൻസ് അന്വേഷിച്ചില്ല. കടമയുണ്ടോ, കടപ്പാട് ബാക്കിയുണ്ടോ ചോദിച്ചത്. എല്ലാം ഈ സമൂഹത്തിൽ വിട്ടുകൊടുത്തുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ പ്രവാചകൻ ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് ഈ ലോകത്തുനിന്ന് വിടവാകുന്ന സമയത്ത് നമുക്ക് തന്നൊരു സ്നേഹത്തിന്റെ മഹത്തായ സന്ദേശമുണ്ട്, സൗഹൃദത്തിന്റെ മഹത്തായ സന്ദേശമുണ്ട്. ഒരുപക്ഷെ ആത്മീയ പുരോഗതിയുടെ എനിക്ക് തോന്നുന്നുണ്ട്, പലപ്പോഴും ഞാൻ എന്റെ സുഹൃത്തുക്കളായ മുസ്ലിങ്ങളോട് പറയാറുണ്ട്, കുറെ കൂടി ആത്മീയതയിലെ മാർഗത്തിലേക്ക് നമ്മൾ കുട്ടികളെ എത്തിച്ചേരണം. മദ്രസ വിദ്യാഭ്യാസത്തില് ചെറുപ്പത്തിലൊക്കെ ധാരാളം കുട്ടികളെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആത്മീയ പുരോഗതിയുടെ അടിസ്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ പ്രവാചകൻ പറഞ്ഞ കാര്യം മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. തഖ്വ, ഇഖ്ലാസ്, തവക്കുൽ, സബർ, ശുക്ർ. ഉച്ചാരണത്തെ ക്ഷമിക്കുക. തഖ്വ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, സൂക്ഷ്മതാബോധം, ദൈവഭക്തി, തന്റെ കണ്ഠനാടിയേക്കാൾ സമീപത്തനാണ് അല്ലാഹു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ഇല്ലേ? നമ്മൾ ഓരോരുത്തരിലും അനുഗ്രഹം ചൊരിയുന്ന ദൈവം തമ്പുരാൻ
റബ്ബുൽ ആലമീൻ സർവ്വലോക രക്ഷിതാവ്, ആ സർവ്വലോക രക്ഷിതാവിനോടുള്ള സൂക്ഷ്മതാ ബോധം, ദൈവഭക്തി. പിന്നെ ഇഖ്ലാസിനെ കുറിച്ചാണ്. ആത്മാർത്ഥത, ഉദ്ദേശശുദ്ധി. നമ്മുടെ പ്രവർത്തനത്തിലൊക്കെ ഉദ്ദേശശുദ്ധി ഉണ്ടാവുക. തവക്കുൽ, ശരിക്കും കർമ്മകറിവ്, ഒരു സംശയം വേണ്ട. ഇപ്പോൾ ഈ പരിപാടിക്ക് വേണ്ടി നമ്മൾ ലേശം മെനക്കെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തി ഏറ്റവും വലിയ സമർപ്പണമാണ്. നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, ഒരുപക്ഷെ ഇസ്ലാം എന്ന ശബ്ദത്തിന് തന്നെ സമർപ്പണം എന്നൊരു അർത്ഥമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും സംസ്കൃതത്തിൽ സൂക്തമുണ്ട്, യദ്യ കർമ്മ കരോമി സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. ദൈവത്തിനോട് കൃതജ്ഞത കാണിക്കാൻ നമുക്ക് കഴിയുക. നമുക്ക് തന്നിരിക്കുന്ന ഈ ആയുസ് ശരിയായിട്ട് സഹജീവികളോട് സ്നേഹം കാണിക്കാൻ, ഭേദചിന്തകൾ ഒട്ടുമില്ലാതെ എല്ലാവരോടും സ്നേഹം കാണിക്കാൻ സാധിക്കുക. ഇതാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ച സന്മാർഗം എന്ന് നമ്മൾ അറിയണം. ആ സന്മാർഗത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്കൊക്കെ റബ്ബുൽ ആലമീനായ തമ്പുരാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ എഴുതുകൊണ്ട് ഈ വലിയ വേളയിൽ സംസാരിക്കാൻ എന്നെ വിളിച്ചതിനും എന്നെ ഇത്ര ശ്രദ്ധയോടെ കേട്ടതിനും റബ്ബ് പ്രതിഫലം തീർച്ചയായിട്ടും നമുക്ക് തരും എന്ന കാര്യത്തിന് ഒരു സംശയമില്ല. ഈ ഉള്ളവന്റെ ജീവിതത്തിനും ഇത് ഏറ്റവും വലിയ പ്രചോദനമായിട്ട് മാറുന്നു എന്ന കാര്യത്തിലും തർക്കമില്ല. എന്നെ വിളിച്ചതിനും എന്നെ കേട്ടതിനും സംഘാടകരായ മുഴുവൻ ബന്ധുജനങ്ങൾക്കും എന്റെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ നല്ല വാക്കുകൾ സർവ്വലോക രക്ഷിതാവിന് മുമ്പിൽ ഒരു സമർപ്പണമായി ഞാൻ കാണുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. സമാപിക്കുകയാണ്. കൊടുക്കാൻ 5 മിനിറ്റ് മാത്രം ബാക്കിയുണ്ട്. നമ്മുടെ കേരള മുസ്ലിം ജമാഅത്ത് കാസർഗോഡ് സോൺ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട CMA ചേരു സാഹിബ് 2 വാക്കിൽ ആശംസ ചന്ദ്രശേഖർ സാറിനെ നന്ദി അറിയിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഞാൻ വിനിയോഗിക്കുന്നത്. ഇതിന് സർവ്വ ആശംസകൾ നേരുന്നു. സമയമില്ലാത്തതുകൊണ്ട് വിടവാങ്ങുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ ധന്യമായ ഒരു സദസ്സാണ്. വളരെ തിരക്കിനിടയിൽ ഇന്ന് ഈ പരിപാടിയിൽ എത്തിച്ചേരാൻ തന്നെ കാരണം, സത്യം പറഞ്ഞാൽ ചന്ദ്രശേഖർ സാർ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നു. ചന്ദ്രശേഖർ സാറിനെ പറ്റി മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് അത്രത്തോളം ശരിയാണോ എന്ന് പരീക്ഷണാർത്ഥമാണ് എന്റെ പറയുന്നത്. പക്ഷെ ഞാൻ കേട്ടത്രയല്ല ഉള്ളത് എന്നിപ്പോഴും നേരിട്ട് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആ നാവിനെ ശക്തി നൽകുകയാണ്. നാം പിരിയുകയാണ്. ഇവിടെ സംബന്ധിച്ച എല്ലാവർക്കും ആദ്യമായി നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വിഭവസമൃദ്ധമായ ഒരു വിജ്ഞാന വിരുന്നൊരുക്കിയ പ്രിയപ്പെട്ട കോപ്പൽ ചന്ദ്രശേഖരൻ സാറ്, അതുപോലെ തന്നെ മുസ്ലിം ജമാഅത്തിന്റെ സോൺ ഭാരവാഹികൾ, സുന്നിവന സംഘത്തിന്റെ സോൺ ഭാരവാഹികൾ, ഇവിടെ സംബന്ധിച്ച മുഴുവൻ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, സർക്കിൾ ഭാരവാഹികൾ അടക്കമുള്ള എല്ലാവർക്കും ആദ്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് 3 സ്ഥലത്തോടുകൂടി പിരിയുകയാണ്. അസ്സലാമു അലൈക്കും. പ്രവാചക ശ്രേഷ്ഠരുടെ ആ ധന്യധവളമായ ജീവിതത്തിലേക്ക് കടന്നു പോകാൻ ഈ സമയം എന്നെ അനുവദിക്കുന്നില്ല. പ്രവാചകരെ നന്നായി പഠിച്ചിട്ടുള്ള ദൈവികമായ നിർദ്ദേശമായിരുന്നു. തരാമെന്ന് പറഞ്ഞുള്ള മിമ്പർ നൽകി, തരുളാറ്റൽ അതിൽ കേറി കുത്തുവയിൽ മുഴുകി, പഴയ അനഹൽ കളിപ്പുറം തന്നിൽ പൂകിയ സമയം കുട്ടിത്തമരം വിതുമ്പിടുന്നേ, മൂസമ്മീലോർ ചാടി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ, സമയം കുട്ടിത്തമരം വിതുമ്പിടുന്നേ, മൂസമ്മീലോർ ചാടി നിന്ന മരത്തടി കരഞ്ഞിടുന്നേ. ഒരു നാളിൽ മദീനത്തെ മസ്ജിദിൻ പുറത്ത് നിന്ന് ഒരു കൊച്ചു പൈതലിൻ കരച്ചിൽ പോലത കേൾക്കുന്നു. أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا يا رسول الله قط يا وجه السرور يا حبيب الله
ചന്ദ്രനുലകിലുദീച്ചുയർന്നു ഇന്ദ്രയൊളിവിനെ മറികടന്നു അങ്ങിൻ നന്മ പോലെയില്ല യാ റസൂലല്ലാഹ് എങ്ങുമെങ്ങും കണ്ടതില്ല യാ ഹബീബല്ലാഹ് പുലരി വിരിഞ്ഞു പുഞ്ചിരി തൂകി പകല് തെളിഞ്ഞു പുന്നാര ഹബീബിൻ കൽബദിലേക്ക് നടന്നിടുന്നു ഒടുങ്ങാത്ത സ്നേഹമിതാ അടങ്ങാത്ത മോഹമിതാ നബിദിനമെന്നും ഈമാനിനകത്ത് ദിനമായ നബിയേ ഞങ്ങളുടെ സ്ഥിതി അറിയൂ നിധിയേ. അത് പറഞ്ഞാൽ ഇപ്പൊ കോടതി രക്ഷയാവുകയെന്ന് പറയുന്നില്ല ഇല്ലേ? റസൂലിന്റെ മുഹിബ്ബീങ്ങളായ ആശിക്യങ്ങൾക്ക് എത്രയോ കൊല്ലം വ്യവാദത്തെ ആളുകളെക്കാൾ ശ്രേഷ്ഠമാണ് അല്ലാഹുവിന്റെ. ആ മഹബത്ത് റസൂലിനുള്ള മഹബത്ത് തൊള്ളുകൊണ്ട് പറയലല്ല, നമ്മൾ എല്ലാ പ്രവൃത്തിയിലും അത് കാണണം. അങ്ങനെ അള്ളാഹു പൂർണ്ണമായ മഹബത്ത് വെക്കുന്ന കക്ഷികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും നമ്മളെ സന്താനപരങ്ങൾ ഖിയാമം വരെ വരുന്നവരെയും അള്ളാഹു ആക്കി തരട്ടെ. ആരക്രമം ചെയ്താലും നമുക്ക് കൂട്ടുനിൽക്കാൻ പറ്റില്ലെന്ന താജുൽ ഉലമയുടെയും സുൽത്താനുൽ ഉലമയുടെയും ഉപദേശം ഉൾക്കൊണ്ടുകൊണ്ട് ലക്ഷക്കണക്കായ വിശ്വാസികൾ സമാധാനത്തിന് വേണ്ടി അവസാനത്തെ രക്തവും അവസാനത്തെ ശ്വാസവും ചെലവഴിക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന സമാധാനത്തിന്റെയും ശാന്തിയുടെയും അന്തരീക്ഷം സംഭാവന ചെയ്യുന്ന ആ മഹത്തായ മാതൃകക്ക് ഇവിടെ ഊടും പാകും നൽകിയത് മഹാനായ താജുൽ ഉലമയാണ്. ഈ സാംസ്കാരിക സമ്മേളനത്തിൽ ഞങ്ങളെ മദനീയം കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. മദനീയത്തെ പ്രചരിപ്പിക്കുന്നവര്, മദനീയത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവര്, മദനീയത്തിന്റെ വിവിധങ്ങളായ ഗ്രൂപ്പുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അഡ്മിന്മാര്, മീഡിയ ടീമംഗങ്ങള്, മദനീയത്തെ സ്നേഹിക്കുന്നവർ, അതിന്റെ ലിങ്കുകൾ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്നവര്, അല്ലാഹുവേ അത് പ്രചരിപ്പിക്കുന്നവര്, അയൽവാസികളിലേക്ക്, കുടുംബ ഗ്രൂപ്പുകളിലേക്ക്. City Gold, Gold and Diamonds, Kerala and Karnataka. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072 or visit www.eduskilling.com. ಲಕ್ಷಾಂತರ ಮಂದಿಯ ಒಡಲಾಳಗಳಲ್ಲಿ ಆಧ್ಯಾತ್ಮಿಕತೆಯ ದೀಪಶಿಖೆ ಹಚ್ಚಿದ ಶೇಖುಲ್ ಮಶಾಯಿಖ್, ಘಟಾನುಘಟಿ ಉಲಮಾಗಳನ್ನು ಸಮುದಾಯಕ್ಕರ್ಪಿಸಿದ ಉಸ್ತಾದುಲ್ ಅಸಾತೀದ್, ಶತಮಾನದ ವಿದ್ವತ್ ಕಿರೀಟ ತಾಜುಲ್ ಉಲಮಾ ಉಳ್ಳಾಳ ತಂಗಳ್ ರಹಿಮಹುಲ್ಲಾ ಅವರ 11ನೇ ಉರುಸ್ ಮುಬಾರಕ್ 2024 ಅಕ್ಟೋಬರ್ ತಿಂಗಳ 4, 5 ಮತ್ತು 6ನೇ ತಾರೀಖುಗಳಲ್ಲಿ ಎಟ್ಟಿಕ್ಕುಳಂನಲ್ಲಿ ಉಲಮಾ ಸಾದಾತ್ಗಳ ಸಾರಥ್ಯದಲ್ಲಿ ಉಜ್ವಲವಾಗಲಿದೆ. ಮದನಿಸ್ ಅಸೋಸಿಯೇಷನ್ ಸರ್ವರನ್ನು ಸಸ್ನೇಹ ಸ್ವಾಗತಿಸುತ್ತಿದೆ.
ಹೋದರು ನಿಮ್ಮ ಮರೆಯೋಲ್ಲ ಪ್ರೀತಿಯ ನಾಮ. ಲಕ್ಷಾಂತರ ಮಂದಿಯ ಒಡಲಾಳಗಳಲ್ಲಿ ಆಧ್ಯಾತ್ಮಿಕತೆಯ ದೀಪಶಿಖೆ ಹಚ್ಚಿದ ಶೇಖುಲ್ ಮಶಾಯಿಖ್, ಘಟಾನುಘಟಿ ಉಲಮಾಗಳನ್ನು ಸಮುದಾಯಕ್ಕರ್ಪಿಸಿದ ಉಸ್ತಾದುಲ್ ಅಸಾತೀದ್, ಶತಮಾನದ ವಿದ್ವತ್ ಕಿರೀಟ ತಾಜುಲ್ ಉಲಮಾ ಉಳ್ಳಾಳ ತಂಗಳ್ ರಹಿಮಹುಲ್ಲಾ ಅವರ 11ನೇ ಉರುಸ್ ಮುಬಾರಕ್ 2024 ಅಕ್ಟೋಬರ್ ತಿಂಗಳ 4, 5 ಮತ್ತು 6ನೇ ತಾರೀಖುಗಳಲ್ಲಿ ಎಟ್ಟಿಕ್ಕುಳಂನಲ್ಲಿ ಉಲಮಾ ಸಾದಾತ್ಗಳ ಸಾರಥ್ಯದಲ್ಲಿ ಉಜ್ವಲವಾಗಲಿದೆ. ಮದನಿಸ್ ಅಸೋಸಿಯೇಷನ್ ಸರ್ವರನ್ನು ಸಸ್ನೇಹ ಸ್ವಾಗತಿಸುತ್ತಿದೆ. ಮನದಿಂದ ಮಾಯದು ನಮ್ಮ ಮಹನೀಯ ತಾಜುಲ್ ಹೋದರು ನಿಮ್ಮ ಮರೆಯೋಲ್ಲ ಪ್ರೀತಿಯ ನಾಮ. ಮನದಿಂದ ಮಾಯದು ನಮ್ಮ ಮಹನೀಯ ತಾಜುಲ್ ಉಲಮಾ ಅಗಲಿದರು ಎದೆಯೊಳಗಿರಿಸಿ ಅನುದಿನವೂ ಸುರಿಸುವ ಅಶ್ರು ಕನಗಳನ್ನು ನಮ್ಮನು ಕಾಲು ತಿರುವೆಗುತ್ತಾ ನಾಯಕರಮ್ಮ ಮರೆಯಾಗಿ ಹೋದರು ನಿಮ್ಮ ಮರೆಯೋಲ್ಲ ಪ್ರೀತಿಯ ನಾಮ. ಮನದಿಂದ ಮಾಯದು ನಮ್ಮ ಮಗನೀಯ ತಾಜುಲ್ ಉಲಮಾ ಅಗಲಿದರು ಎದೆಯೊಳಗಿರಿಸಿ ಅನುದಿನವೂ ಸುರಿಸುವ ಅಶ್ರು